PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് പോളിഗൺ. പോളിഗൺ എന്ന പാഠത്തില് 3rd ചാപ്റ്റർ ആണ്. പോളിഗൺ എന്ന പാഠത്തില് നമ്മൾ പേജ് നമ്പർ 58 ആയിരുന്നു. ഇനി 58 കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 57 കണക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. 58 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാനുള്ളത്. ചോദ്യം എഴുതാം. വൺ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 144. One angle of a regular polygon 144 ആണ്. How many sides does it have? How many sides does it have? ഒരു സമബഹുഭുജത്തിന്റെ ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിലെ കണ്ട ചോദ്യമാണ്. ഒരു ബഹുഭുജത്തിന്റെ ഒരു കോൺ 144 എങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട്? How many sides does it have? നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഒരു ഫോർമുല ഉണ്ട് ഇല്ലേ? ഒരു സൈഡ് 144 ആണെന്ന്. ഒരു സമബഹുഭുജമാണ്. അതിന്റെ വൺ ആംഗിൾ, ഒരു ആംഗിൾ നമ്മളിപ്പോ പറഞ്ഞു. ഏതൊരു പോളിഗന്റെ ആയാലും ഇത് ഉള്ളിലേക്കുള്ള വശം, ഇത് പുറത്തേക്കുള്ള വശമാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ വേണ്ടത്? 180 ആണ്. അപ്പൊ ഇത് 144 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഉള്ളിലേക്കുള്ളത് ഒരു സമബഹുഭുജമാണ്, ഒരു റെഗുലർ പോളിഗൺ ആണ്. അതിന്റെ ഒരു ആംഗിൾ 144 ആണെങ്കിൽ അടുത്തത് നമുക്ക് അതിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് what is the side? How many sides does it have? ചോദിച്ചില്ലേ? one angle is 144, then how much side? number of sides ആണ് ചോദിച്ചിരിക്കുന്നത്. number of sides കാണണമെങ്കിൽ n കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. 360/x ഡിഗ്രി ഇല്ലേ? എഴുതി വെച്ചിട്ടില്ലേ? നമ്മള് മുൻപ് പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാത്ത ഇപ്പൊ എഴുതി വെക്കാം. n is equal to number of sides is equal to നമ്മൾ ചെയ്തേക്കുന്ന എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒന്നും കൂടി നോക്കാം, ഒന്നുകൂടി എഴുതി വെച്ചോ. നമ്പർ ഓഫ് സൈഡ്സ് is equal to 360/x ഡിഗ്രി. x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ആംഗിളാ? x എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ, ബാഹ്യകോൺ. ഇതാണ് കേട്ടോ x ഡിഗ്രി. ഏതൊരു പോളിഗന്റെ ആയാലും പുറത്തത്തെ ആംഗിൾ, ബാഹ്യകോൺ, എക്സ്റ്റീരിയർ ആംഗിൾ, അതാണ് x ഡിഗ്രി. അപ്പോ നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും അല്ലേ? അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ പുറത്തത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 144 മൈനസ് ചെയ്യാം. എത്ര എഴുതാം? 180 നിന്ന് 44 കുറച്ചാൽ 36. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 36 ഡിഗ്രി കിട്ടിയോ? ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വൺ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാ കണ്ടുപിടിക്കാം? ടോട്ടൽ നമുക്ക് ഈ ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഒരു വരയമ നമ്മൾ ഒരു ലൈൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് കൂടി കൂട്ടിയാൽ 180 ആണ്, ലീനിയർ പെയർ ആണ്. സോ വൺ ആംഗിൾ ഇസ് 144 ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്രയാണ്? 144 ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? 180 നിന്ന് 180 നിന്ന് മൈനസ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 36. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ചോദ്യം നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനാണ്. n കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 360/x ഡിഗ്രി. അപ്പൊ n is equal to 360/x ഡിഗ്രി. ഇവിടെ എത്രയാ? 36 ആണ് അല്ലെ? 36 വെട്ടിപ്പോയി ഒരു പ്രാവശ്യം ഈ പൂച്ച കയറ്റിട്ട്. അപ്പൊ ഇവിടെ എത്രയാണ്? എത്ര വശമുള്ള പോളിഗൺ ആയിരിക്കും ഇത്? 10 സൈഡഡ് പോളിഗൺ ആണ്. 10 വശമുള്ള പോളിഗൺ ആണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അപ്പൊ നമ്മൾ ഇനി അടുത്ത കണക്കുകൾ തുടങ്ങാണ്. നമ്മുടെ പ്രോബ്ലംസ് അസെറ്റിൽഡ് കുറച്ച് വരയ്ക്കാനാണ് ഇനിയുള്ള പടങ്ങള്. എല്ലാവരും ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്തിട്ടിരിക്കാം, എന്നിട്ട് വരയ്ക്കാൻ തുടങ്ങാം കേട്ടോ. വെറുതെ വരയ്ക്കുന്നത് കേട്ടിട്ട് കാര്യമില്ല. ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കുക, വരിക, എന്നിട്ട് വന്നിരുന്നിട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളവും തുല്യവും കോണുകൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷഡ്ഭുജം വരയ്ക്കാനായിട്ട്. ഡ്രോ എ ഹെക്സഗൺ. ഒരു ഹെക്സഗൺ ആണ് കേട്ടോ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് ഉണ്ട്. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 സൈഡ് ഹെക്സഗൺ. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾ. അൺഈക്വൽ ആംഗിൾ ആയിരിക്കണം. അൺഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഒരിക്കലും ഒരേപോലെയുള്ള ആംഗിൾസ് ആകരുത് എന്ന് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പോളിഗണില് 6 സൈഡ് നമ്മൾ ഒരു ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ആയതുകൊണ്ട് ഹെക്സഗന്റെ സം എത്രയാണ്?
720 ആണ്. അപ്പൊ 1 ആംഗിൾ 120 ആണ് അല്ലെ. ഒരു ആംഗിൾ എപ്പോഴും എത്രയാണ്? 120 ഡിഗ്രി ആണ്. അത് റെഗുലർ പോളിഗണില്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ആവരുത്, അൺഈക്വൽ. ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈക്വൽ എന്നല്ല തന്നിരിക്കുന്നത്, അൺഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിൾസ് വെച്ച് വരയ്ക്കാൻ ഞാൻ പഠിപ്പിക്കാം കേട്ടോ, അത് പറയാം. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ ഇത് പഠിക്കുന്നത് നമുക്ക് അൺഈക്വൽ ആംഗിൾസ് ആണ് വരയ്ക്കേണ്ടത്. അൺഈക്വൽ ആംഗിൾസ് വരയ്ക്കാൻ ഏറ്റവും എളുപ്പം സൈഡ് പക്ഷെ തുല്യമായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. ഒരു 5 സെന്റിമീറ്റർ വെച്ചെടുക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വരയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഒരു 5 സെന്റിമീറ്ററിന്റെ ലൈൻ വരയ്ക്കാം. 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ ഇതിന്റെ തൊട്ട് മുകളില് കുറച്ചുകൂടി മുകളിലേക്കായിട്ട് വേറൊരു 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. പാരലൽ ആയിട്ട് ഈക്വൽ ആവണം കേട്ടോ, ഈക്വൽ ആയിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, അതിന്റെ സ്കെയിൽ കുറച്ച് കയറ്റിയിട്ട് എവിടെയെങ്കിലും കുറച്ചുകൂടി കയറ്റാം. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് അളവിൽ വരയ്ക്കാം. പക്ഷെ ഈ അളവ് 5 സെന്റിമീറ്റർ വേണം. എന്നിട്ട് ഇവിടെ നിന്ന് കോമ്പസിൽ ഈ 5 സെന്റിമീറ്റർ അളക്കാം കേട്ടോ. ഈ കോമ്പസിൽ നിന്ന് ഈ അളവ് ഇവിടെ 5ഉം അതേ അളവ് ഇവിടേക്കും വരയ്ക്കാം. അപ്പൊ ഇതിങ്ങനെ കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 5ഉം ഈ 5ഉം കോമ്പസിൽ വെറും 5 മാത്രം എടുത്താൽ മതി. അപ്പോ 5 സെന്റിമീറ്റർ എല്ലാ വശങ്ങളും 5 സെന്റിമീറ്റർ ആയിട്ടുള്ള അൺഈക്വൽ ആംഗിൾ ആയിട്ടുള്ള ഒരു പോളിഗൺ കിട്ടിയോ. സൈഡ് ഒക്കെ ഈക്വൽ ആണ്. റെഗുലർ പോളിഗൺ അല്ലാട്ടത്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും എല്ലാ ആംഗിൾസും ഈക്വൽ ആകണം. പക്ഷെ ഇവിടെ വശങ്ങൾ മാത്രം തുല്യമുള്ളത് ആദ്യം വരയ്ക്കാൻ പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് വശങ്ങൾ മാത്രം തുല്യമാവുക, ആംഗിൾസ് തുല്യമാവരുത്. മനസ്സിലായോ? ഇതെങ്ങനെയാ വരയ്ക്കാന്ന്? കിട്ടിയില്ല എല്ലാവർക്കും? ഒന്നും കൂടി പറഞ്ഞുതരാം. പടം വര ശരിക്കും ശ്രദ്ധിക്കാട്ടോ. ഇവിടെ 2 പടം വര എന്തായാലും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒന്ന് ഹെക്സഗൺ, പെന്റഗൺ ഒക്കെ വരയ്ക്കാനായിട്ട്. അപ്പൊ ഹെക്സഗൺ വരയ്ക്കാൻ ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വശം ഇഷ്ടമുള്ള അളവ് ഒരു പറഞ്ഞിട്ടില്ല എത്രയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ വേണമെങ്കിൽ 6 സെന്റിമീറ്റർ, ഇനി ചെറുതാക്കണമെങ്കിൽ 4 സെന്റിമീറ്റർ വെച്ചോ, 4 സെന്റിമീറ്റർ വരച്ചോ. ഞാനൊരു ആവറേജ് ആയിട്ട് പടം ഒന്ന് ഒരു ഭംഗി ഉണ്ടാവണമെങ്കിൽ കുറച്ചൊന്ന് വലുതാവണം, ഒരു വൃത്തി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ 5 സെന്റിമീറ്റർ പറഞ്ഞു. കുറച്ച് സ്കെയിലൊന്നും അങ്ങനെ കയറ്റാൻ മുകളിൽ അങ്ങനത്തെ 5 സെന്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കോമ്പസിൽ 5 സെന്റിമീറ്ററും അതേ അളവ് ഇവിടെ വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും 5, ഇവിടെ നിന്നും 5. അങ്ങനെ നമുക്ക് കിട്ടും ഒരു hexagon with all the sides equal. First question കിട്ടിയില്ല എല്ലാവർക്കും? All the sides equal, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ഹെക്സഗൺ നമ്മൾ വരച്ചു കഴിഞ്ഞു. കിട്ടി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും നന്നായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം നോട്ട്ബുക്കില്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ബട്ട് അൺഈക്വൽ സൈഡ്സ്. ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ആദ്യം വശങ്ങളെല്ലാം തുല്യമാണ്, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ട് നമ്മൾ വരച്ചു അല്ലെ, ആംഗിൾസ് ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ പറയുന്നത് ആംഗിൾസ് ഈക്വൽ ആകണം എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ എത്രയാ അവര് തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഒരു ഹെക്സഗന്റെ 1 ആംഗിൾ എത്രയാണ്? 120 ആണ്. റെഗുലർ ഹെക്സഗന്റെ സമഷഡ്ഭുജം. സമഷഡ്ഭുജമാണെങ്കിൽ അതിൽ ഒരു ആംഗിൾ 120 ആണ് അല്ലേ. ഈ 120 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വശങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കണം കേട്ടോ, സൈഡ്സ് ഒക്കെ ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആദ്യം തന്നെ ഇതൊരു 5 സെന്റിമീറ്റർ വരച്ചു വെച്ചു, ഇഷ്ടമുള്ള അളവ് കേട്ടോ. പക്ഷെ ആ എടുക്കുന്ന അളവ് ഒന്ന് എഴുതി വെക്കാം, 5 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ പ്രൊട്രാക്ടറില് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 0 തുടങ്ങുന്നത് ശരിക്കും 120 വരയ്ക്കണം കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് 0 തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 120. അപ്പൊ ഈ ആംഗിൾ 120, ഈ ആംഗിൾ 120. ഇത്രയും മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം ഒരു വശം വെച്ച് ഇഷ്ടമുള്ള അളവില് നിങ്ങൾ എടുക്കുന്ന അളവ് എത്രയാണ് ചതന്ന് എഴുതി വയ്ക്കാം. എന്നിട്ട് പക്ഷെ ഈ ആംഗിൾസ് തുല്യമാണ് കേട്ടോ. അല്ലേ, ഈ ആംഗിൾസ് തുല്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് 120ഉം ഇത് 120. എല്ലാവർക്കും ആംഗിൾസ് വെക്കാൻ അറിയില്ലേ? പ്രൊട്രാക്ടർ ശരിക്കും വെച്ചിട്ട് പ്രൊട്രാക്ടർ വെക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 0 തുടങ്ങണത് കേട്ടോ. അതേപോലെ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് 0 തുടങ്ങുന്നത്. 2 സൈഡിലുണ്ട് കേട്ടോ പ്രൊട്രാക്ടറിൽ 0 തുടങ്ങുന്നത്. ഒരു വശത്ത് ഇവിടെ നിന്ന് 0 ഇങ്ങോട്ട് വരുന്നുണ്ട് 180, അവിടെ നിന്ന് തന്നെ 0 തുടങ്ങി 180 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം ഇവിടെ നിന്ന്
ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് 0 തുടങ്ങണം. എപ്പോഴും ഉള്ളിൽ 0 തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ അത് ഉള്ളിൽ നിന്ന് 0 തുടങ്ങും. 120. ഇനി ചെയ്യേണ്ടത് അൺഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ സൈഡ്സ് ഒന്ന് നമുക്ക് ചെറുതാക്കാം. ഇതൊരു 2 സെന്റിമീറ്റർ എഴുതാം. അളന്നൊക്കെ എഴുതാനായിട്ടൊന്നുമില്ല, നിങ്ങൾ എത്ര എടുക്കണമെങ്കിൽ അത് എഴുതാം. കാരണം അപ്പൊ നോക്കണം, എനിക്ക് സുഖമാണ്. ഇത് ഒരു 4 സെന്റിമീറ്റർ എടുക്കാം. ഇത് ബാക്കിയുള്ളത് മാറ്റി കളയാം. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ആയി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ വീണ്ടും പ്രൊട്രാക്ടർ വയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഭൂജം ഇവിടെ നിന്ന് തുടങ്ങണം. ഉള്ളിലാണ് കേട്ടോ ഭൂജം. അപ്പൊ ഇതെത്ര കിട്ടും? ഇവിടെ 120. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെയും നമുക്ക് എന്ത് കിട്ടിയത്? 120 കിട്ടിയോ? അതും നമുക്ക് ഇഷ്ടമുള്ള സൈഡ്സ് എഴുതാം. ഇഷ്ടമുള്ള സൈഡ് എഴുതുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ ഒരു 3 സെന്റിമീറ്റർ എടുക്കാം, അല്ലെ? ഇത് 3 സെന്റിമീറ്റർ എടുത്താൽ ഈ വശം നമുക്ക് വേണമെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ ആണ്. ഇഷ്ടമുള്ളത് എടുത്തോ. 1 സെന്റിമീറ്റർ എടുത്താൽ മതി, ചെറുതാക്കാം. അപ്പൊ ഇത് 1 സെന്റിമീറ്റർ എടുക്കാം. എന്നിട്ട് ഈ വശത്തേക്ക് യോജിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കുക കേട്ടോ. ഇവിടെ ശരിക്കും ഇത് എത്രയാണെന്ന് 120 വെച്ചിട്ട് ശരിക്കും അവിടേക്ക് ഈ വരയിലേക്ക് അങ്ങോട്ട് കുത്തിപ്പിടിക്കാം. ആംഗിൾസ് സെയിം ആകണം കേട്ടോ. 120. ഇനി ഈ ലാസ്റ്റത്തെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി അളന്ന് നോക്കി കഴിഞ്ഞാൽ അത് 120 ഉണ്ടാവും. ഇതെല്ലാം 120 വന്നിട്ട് ഈ വര ഇതിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇറ്റ് ഷുഡ് ബി 120 അത് ഉണ്ടാവും. കാരണം ഒരു ഹെക്സഗൺ വരുന്ന സമയത്ത് ടോട്ടൽ 720 വരണം അല്ലെ? അപ്പോ ഇതെല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 600 ഉണ്ടെങ്കിൽ ബാക്കി 120 വന്നാലാണ് ഈ ഒരു ഹെക്സഗൺ ആകുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിമുട്ടുള്ളൂ. കിട്ടിയോ? മനസ്സിലായോ? എല്ലാവർക്കും വരയ്ക്കാൻ കിട്ടി? ഒന്നുകൂടി പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ആദ്യം 5 സെന്റിമീറ്റർ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ആംഗിൾസ് മാത്രം ഇതിന്റെ അളന്നാൽ മതി. വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പക്ഷെ ഇഷ്ടമുള്ളത് കിട്ടുന്നതൊന്ന് എഴുതി വെക്കുക, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇതും ഒന്നാളെന്ന് നിങ്ങൾ എത്രയാണെങ്കിൽ സെന്റിമീറ്റർ ചാർ. ഇപ്പൊ ഇവിടെ 5 കിട്ടിയെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ എങ്ങാനും വേണമെങ്കിൽ 5 ഒക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 4 എടുക്കാം, 4 എടുക്കാം, അങ്ങനെ മാറി മാറി എടുക്കണമെന്നേ ഉള്ളൂ. അണീക്വൽ ആകണം, ഒരേപോലെ ആകണ്ട. അപ്പൊ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തി അത് എഴുതി വെക്കണം കേട്ടോ, കിട്ടുന്ന അളവിൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പുറം കോൺ എത്രയാണെന്നും. ഇന്നർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഔട്ടർ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പൊ 15 വശമുണ്ട് ബഹുഭുജത്തിന്റെ ഒരു കോൺ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഈസ് ഈച്ച് ആംഗിൾ ഓഫ് എ 50-sided പോളിഗൺ? റെഗുലർ പോളിഗൺ ആണ്. അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്ന് 15 ആണ്, 15 ആണ്. ഹൗ മച്ച്, ചോദ്യം ഒരു വായിച്ചു നോക്ക്. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? ഓരോ ആംഗിളും എത്രയാണെന്ന് വെച്ചാൽ ഇന്നർ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ ഓഫ് 50-sided റെഗുലർ പോളിഗൺ ആൻഡ് ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? അത് രണ്ടാമത്തെ ചോദ്യം, നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യത്തെ ചോദ്യം അതിന്റെ ഇന്നർ ആംഗിൾ എത്രയാണ് എന്നാണ്. ഇന്നർ ആംഗിൾ എത്രയാണെന്ന് കാണാനായിട്ടുള്ള ഫോർമുല നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമ്മ് കാണാം. ടോട്ടൽ 15 വശമുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ദ ഇന്നർ ആംഗിൾ, സമ്മാണ് ചോദിച്ചത് കേട്ടോ. സം ഓഫ് ദ ഇന്നർ ആംഗിൾ കാണണമെങ്കിൽ എത്രയാണ്? നമ്മൾ എന്താ നമ്മുടെ ഫോർമുല? n-2 into 180 അല്ലെ? n-2 15 മൈനസ് 2 into 180 ആണ്. 15 മൈനസ് 2 എത്രയാ? 13 into 180 ആണ്. ഇനി 13 into 180 എത്രയാണ് ചെയ്ത് നോക്കാം. 180 into 13, 18 into 3 ചെയ്താലും മതി. ബാക്കി പിന്നെ 3 ഇട്ടുണ്ട്. 3 24, 2 3 2 5 1 8 1 ഇവിടെ 4 8 5 13 ബാക്കി 1 2 290. പിന്നെ ഇവിടെ 180ന്റെ ഒരു ഭൂഷമുണ്ട്. അപ്പൊ നമ്മള് 2340 കിട്ടിയോ?
എല്ലാവരും തന്നെത്താൻ ഇൻഡ്യൂ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ ഇൻഡ്യൂ ചെയ്ത് ഞാൻ ചെയ്തത് ഉത്തരം മാത്രമേ എഴുതി വെക്കരുത്. 13നെ 180 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. ഇത് 2340 കിട്ടി. ഇതാണ് ആ പോളിഗന്റെ റെഗുലർ പോളിഗന്റെ സമ്മ്. അപ്പൊ അതിൽ നമുക്ക് ഒരു ആംഗിളിന് കണ്ടുപിടിച്ചൂടെ? ആദ്യം നമ്മൾ 15 വശം ഉണ്ടെന്ന് പറഞ്ഞു. ആ 15 വശം ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് നമുക്ക് കിട്ടി. ബട്ട് വാട്ട് ഈസ് ദിസ് ഇന്നർ ആംഗിൾ? അതിന്റെ ഒരു ആംഗിൾ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? അതാണ് ചോദ്യം കേട്ടോ. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ ഓഫ് ദ 50 സൈഡഡ് റെഗുലർ പോളിഗൺ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2340നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ 1 ആംഗിൾ കിട്ടും അല്ലെ? അപ്പൊ എങ്ങനെയാ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം? 15നെ ഡിവൈഡ് ചെയ്തു 2340നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15 ഒരു പ്രാവശ്യം അല്ലെ? ബാക്കി ഇവിടെ എത്രയാ വേണ്ടത്? 5 3 8 84. 84ൽ എത്ര 15 ഉണ്ട്? 5 5 × 15 എത്രയാ? 75 ആണ്. അപ്പൊ ബാക്കി 9 90. 90ൽ എത്ര 15 ഉണ്ട്? 15 × 15 30 30 30 60 90. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 6 6 15 ആണ് 90. അപ്പൊ 156 കിട്ടി ഉത്തരം. 156 അല്ലെ? അപ്പൊ 1 ആംഗിൾ നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ കഴിഞ്ഞു. 1 ആംഗിൾ എത്രയാന്ന് ചോദിച്ചേക്കുന്നത്? 50 സൈഡിലുള്ള പോളിഗന്റെ ഒരു ആംഗിൾ 156. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? അതിന്റെ ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് മലയാളത്തില് അതിന്റെ പുറം കോൺ എത്രയാണ്? ഔട്ടർ ആംഗിൾ കാണാൻ എപ്പോഴും പറഞ്ഞില്ലേ ഇന്നർ ആംഗിൾ എത്രയാണ്? 156 ആണെങ്കിൽ ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? So outer angle is equal to എത്രയാ വരുന്നത്? 180 മൈനസ് 156 അല്ലെ? 180 156 രണ്ടും കൂടി കൂട്ടിയ 180. അപ്പൊ ഈ 180 186 കുറച്ചാൽ 156 കുറച്ചാൽ 180 നിന്ന് 156 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? ചെയ്തു നോക്കാം. 10 അല്ലെ? 4 ഇവിടെ 7 2 24. സോ ഇന്നർ ആംഗിളും കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഔട്ടർ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ കണക്ക്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന n തന്നിട്ടുണ്ട്. എന്നിൽ നിന്ന് നമ്മൾ സം കണ്ടു. സം കണ്ടതിന് ശേഷം ആ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ആംഗിൾ കിട്ടി. ഒരു ഇന്നർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഔട്ടർ ആംഗിൾ കാണാൻ 180 നമ്മള് മൈനസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കണക്ക് ചെയ്താൽ